മാനന്തവാടി നഗരസഭ UDF സീറ്റ് വിഭജനം പൂർത്തിയായെങ്കിലും ഒരു സീറ്റിൽ ഇടഞ്ഞ മുസ്ലിം ലീഗ്. കുഴിനിലം ഡിവിഷനെ ചൊല്ലിയാണ് UDFിൽ തർക്കം. LDFിന്റെ മുഴുവൻ സീറ്റുകളിലും ധാരണയായി. നഗരസഭയിൽ പുതിയ ഡിവിഷൻ ക്ലബ്ബ് ഉൾപ്പെടെ 37 ഡിവിഷനുകളാണ് ഇത്തവണയുള്ളത്. UDFിലെ നിലവിലെ ധാരണ പ്രകാരം 31 സീറ്റിൽ കോൺഗ്രസും 5 സീറ്റിൽ മുസ്ലിം ലീഗും ഒരു സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുമാണ് നീക്കിവച്ചിരിക്കുന്നത്. അമ്പകുത്തി, എരുമത്തെരുവ്, ചെറ്റപ്പാലം, മാനന്തവാടി ടൗൺ, ഗോരിമൂല ഡിവിഷനുകളാണ് ലീഗിന് നൽകിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ സീറ്റായിരുന്ന കുഴിനിലം വിട്ടുകിട്ടണമെന്ന ആവശ്യത്തിലാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം. 2020 തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു ഡിവിഷൻ കൂടിയാണ് കുഴിനിലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനറൽ വനിതാ സീറ്റായിരുന്നു ഇവിടെ. UDF പാനലിൽ ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആശായ്പിനെയും LDF പാനലിൽ മത്സരിച്ച CPI സ്ഥാനാർത്ഥി സിന്ധു ജയന്തിനെയും പരാജയപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലേഖ രാജീവനാണ് ഇവിടെ വിജയിച്ചത്. ഇത്തവണ ഇത് ജനറൽ സീറ്റാണ്. ഈ ഡിവിഷന് വേണ്ടിയാണ് ലീഗിലെ ഒരു വിഭാഗം ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നത്. പുത്തൻപുര ഡിവിഷൻ ലീഗ് ആവശ്യപ്പെട്ടതായും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. LDFിൽ മുഴുവൻ സീറ്റുകളിലും ധാരണയായി. 29 സീറ്റുകളിൽ CPMഉം 6 സീറ്റിൽ CPIയും ഓരോ സീറ്റുകളിൽ വീതം NCPയും കേരള കോൺഗ്രസ് മാണി വിഭാഗവും മത്സരിക്കും. കഴിഞ്ഞ തവണ CPI മത്സരിച്ച കുഴിനില സീറ്റ് CPMന് നൽകിയപ്പോൾ പെരുവക ഡിവിഷൻ CPIക്ക് നൽകി. നിലവിലെ ഭരണസമിതിയിൽ 20 UDF അംഗങ്ങളും 16 LDF അംഗങ്ങളുമാണുള്ളത്. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി.